ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെയിൽസ് ഇൻവോയ്സിൽ എങ്ങനെയാണ് ഡിസ്കൗണ്ടിൻ്റെ എൻട്രീസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ടാലി പ്രൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 തരത്തിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. സെയിൽസ് ഇൻവോയ്സിൽ നമുക്ക് 3 രീതിയിൽ ഡിസ്കൗണ്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ എല്ലാറ്റിനെ കുറിച്ചിട്ടും ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ 3 മെത്തേഡിലാണ് ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം വഴി നമ്മൾക്ക് ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ടും നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടിന് സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടും നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. അപ്പോൾ ഈ 3 രീതിയെക്കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സെയിൽസ് ഇൻവോയ്സിങ്ങിൽ ഡിസ്കൗണ്ട് കാണിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഒരു 2 ലാപ്ടോപ്പ് സെയിൽ ചെയ്തു. അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു 10% ഡിസ്കൗണ്ട് ആണ് അലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഈ 3 കേസും നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നതാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം വെച്ചിട്ട് എങ്ങനെയാണ് ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ കമ്പനിയിലേക്ക് പോയി, കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിന് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, യൂസ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് കൺട്രോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ സെയിൽസ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിൽസിലുള്ള കീ പറയുന്നത് F8 ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പാർട്ടിയുടെ ലെഡ്ജർ കാണിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പർട്ടിക്കുലേഴ്സ് ആണ് വന്ന് കിടക്കുന്നത്. ഇത് ഐറ്റം ഇൻവോയ്സ് അല്ല, അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഐറ്റം ഇൻവോയ്സ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മോഡ് ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൺട്രോൾ H അടിച്ചാൽ മതി. ഇവിടെ ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഒരു ലൈനാണെങ്കിൽ ഓൾട്ടാണ് അടിക്കേണ്ടത്, 2 ലൈൻ ഉണ്ടെങ്കിൽ കൺട്രോളും ആ ലെറ്റർ കൂടിയിട്ടാണ് അടിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും Hൻ്റെ അടിയിൽ 2 ലൈനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൺട്രോളും Hഉം കൂടിയിട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൺട്രോൾ H അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് കാണിക്കും ഐറ്റം ഇൻവോയ്സ്. ഇപ്പോൾ അക്കൗണ്ടിങ് ഇൻവോയ്സിലാണ് കിടക്കുന്നത്, നമുക്കിപ്പോൾ ഐറ്റം ഇൻവോയ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഐറ്റം ഇൻവോയ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഐറ്റം ഇൻവോയ്സിൻ്റെ അവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നെയിം ഓഫ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പാർട്ടി, പാർട്ടിയുടെ പേര് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. രാജ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്തു. അണ്ടർ സൺട്രി ലെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു കൊടുക്കാം. എൻ്റർ. അപ്പോൾ ഇവിടെ സെയിൽസ് ലെഡ്ജർ ഓൾട്ട് C അടിച്ചു കഴിഞ്ഞിട്ട് സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ സെയിൽസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഐറ്റം കൊടുക്കാം. അപ്പോൾ ഐറ്റത്തിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. യൂണിറ്റ് നമ്പർ ഓൾട്ട് C അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ നമ്പർ എന്നുള്ള യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നമ്പറിലേക്ക് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിൻ്റെ അവിടെ യെസ് കൊടുത്തു. ഇവിടെ എൻ്റർ അടിച്ചു. ടാക്സബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു 5% റേറ്റ് കൊടുത്തു. ജസ്റ്റ് ഗുഡ്സിലേക്ക് കൊടുത്തതിന് ശേഷം എൻ്റർ അടിച്ചു. എൻ്റർ. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. ഇപ്പോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു 2 എണ്ണം കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 40,000 ആണ് റേറ്റ് കൊടുത്തത്. അപ്പോൾ ഇവിടെ 40,000 കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിൽ 10% ആണ് ഡിസ്കൗണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടുത്തെ എമൗണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഇപ്പോൾ 80,000 ആണ് കിടക്കുന്നത്. കാരണം 2 എണ്ണം 40,000 രൂപ വെച്ചിട്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് എന്നുള്ളൊരു കോളം ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തതുകൊണ്ടാണ് ഈ ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ വന്ന് കിടന്നത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കിടന്നത് നമ്മൾ ആ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 10% ആണ് കൊടുക്കുന്നത്.
അപ്പോൾ ഇവിടെ 10 അടിച്ചു കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഇവിടെ എന്താണ് 72,000 രൂപയാണ് വന്നിരിക്കുന്നത്. എന്താണ് കാരണം? ആ എമൗണ്ടിൽ നിന്ന് ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അറ്റ് ദ സ്പോട്ടിൽ തന്നെ കുറയും. അപ്പോൾ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുക. അപ്പോൾ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിസ്കൗണ്ട് ആ എൻട്രിയിൽ തന്നെ ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഈ എൻട്രി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓർ ട്രേഡ് ഡിസ്കൗണ്ട് വഴിയാണ് കൊടുക്കുക. അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബൾക്കായിട്ടൊക്കെ ഒരു ക്വാണ്ടിറ്റി എടുക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാഷ് ഓർ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കും. അതായത് സാധാരണത്തെക്കാളും കൂടുതലായിട്ട് ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അലോ ചെയ്യുന്ന ഒരു ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ആക്റ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സെയിൽസ് ഇൻവോയ്സിലാണ് നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 പ്രസ് ചെയ്യുക. F12 പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും പ്രൊവൈഡ് ക്യാഷ് ഓർ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ എസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് കൺട്രോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം എന്നുള്ളിടത്ത് ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സെയിൽസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ ഐറ്റം കൊടുത്തു, ലാപ്ടോപ്പ് എന്നുള്ളൊരു ഐറ്റം കൊടുത്തു. നമുക്ക് ഇവിടെ ഇപ്പോൾ ക്വാണ്ടിറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2 എണ്ണം കൊടുത്തു. ഇവിടെ 4,000 രൂപ എന്നുള്ളത് കൊടുത്തു. ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ പേഴ്സൻറ്റേജ് എന്നുള്ളിടത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ ട്രേഡ് ഡിസ്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തത് കൊണ്ട് ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്ന് കിടക്കും. ഇവിടെയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? 10% അല്ലേ? അപ്പോൾ 10% ഡിസ്കൗണ്ട് എന്നുള്ളത് ഇവിടെ വന്നു. അപ്പോൾ ഈ 10%ൻ്റെ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അതായത് 80,000 ആയിരുന്നു. അതിൻ്റെ 10% എന്ന് പറയുന്നത് എന്താണ്? 8,000 രൂപയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ 8,000 രൂപ നമ്മൾക്ക് ഈ എമൗണ്ടിൽ നിന്ന് കുറയണം. ഇപ്പോൾ കുറഞ്ഞിട്ടില്ല. ഇവിടെ 80,000 ആണ് കിടക്കുന്നത്. ഇവിടെ 8,000 വന്ന് കിടന്നിട്ടേ ഉള്ളൂ. പക്ഷേ നെറ്റ് എമൗണ്ടിൽ നിന്ന് എന്താണ്? എമൗണ്ട് കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി എൻ്റർ അടിച്ചിട്ട് ഇവിടെ ഡിസ്കൗണ്ട് എന്നുള്ള ഒരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ Alt+C അടിച്ചു. ഇവിടെ ഡിസ്കൗണ്ട് എന്നുള്ള ഒരു ലെഡ്ജർ കൊടുക്കാം. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കും ടൈപ്പ് ഓഫ് ലെഡ്ജർ. ഇവിടെ ടൈപ്പ് ഓഫ് ലെഡ്ജർ എന്നുള്ളത് ഡിസ്കൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കണം. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ -8,000 എന്ന് പറയും. അതായത് 80,000 നിന്ന് 8,000 കുറച്ചിട്ടുള്ള എമൗണ്ട് ഇവിടെ 72,000 രൂപയാണ് ഇപ്പോൾ ഡിസ്കൗണ്ടായിട്ട് കാണിക്കുക. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി സേവ് ചെയ്തു. ഇത് നമ്മൾ സേവ് ചെയ്തു. ഇപ്പോൾ 2 തരത്തിൽ നമ്മൾ കാണിച്ചു. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 മെത്തേഡും അല്ല, പകരം നമ്മൾ ഡിസ്കൗണ്ടിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം നമ്മളിവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഐറ്റം ലാപ്ടോപ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ 2 എണ്ണം തന്നെയാണ് വിൽക്കുന്നത്. നമ്മൾ അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. ഈ ഡിസ്കൗണ്ട് കോളത്തിലും ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. ഇവിടെ ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾ ഈ ഡിസ്കൗണ്ടിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഡിസ്കൗണ്ടിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റർ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഡിസ്കൗണ്ട് ഇപ്പോൾ നമ്മൾ 10% കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ വെറുതെ 10 എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 10% വരും. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 80,000 ഇവിടെ 8,000 രൂപയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ 88,000 രൂപയാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഡിസ്കൗണ്ട് പറയുന്നത് എന്താണ്? കുറയല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 10 എന്ന് അടിച്ച കാരണം എന്താണ്? ഈ 10% എന്താണ്? ആഡ് ചെയ്തിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇവിടെ -10 എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മൈനസ് ആയിട്ട് കാണിക്കും. ഇനി നമുക്ക് പേഴ്സൻറ്റേജ് അല്ല എമൗണ്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ മൈനസ് ഇട്ടിട്ട് കാണിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 72,000 രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് 80,000 നിന്ന് 8,000 രൂപ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 72,000 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. ഇപ്പോൾ 3 തരത്തിലും ഡിസ്കൗണ്ട് നോക്കി. ഫസ്റ്റിലെ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം, രണ്ടാമത്താണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട്, മൂന്നാമത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടിനെ സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു.
ഇനി ഒരു സെയിൽസ് ഇൻവോയ്സിൽ വിത്ത് GSTയോട് കൂടിയിട്ട് എങ്ങനെയാണ് ഡിസ്കൗണ്ട് കാണിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ പാർട്ടിയെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഐറ്റം കൊടുത്തു, ലാപ്ടോപ്പ് കൊടുത്തു, ഇവിടെ 2 എണ്ണം കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമ്മൾക്ക് ടാക്സുകൾ കൊടുക്കാം. ഇപ്പോൾ CGST Alt+C അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ടാക്സ് ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ GST സെലക്ട് ചെയ്തിട്ടെടുത്തു, സെൻട്രൽ ടാക്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. അതേപോലെ തന്നെ GST ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GSTയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, സ്റ്റേറ്റ് ടാക്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ ടാക്സിൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളവിടെ ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാത്ത ഡിസ്കൗണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കൗണ്ടാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മളിവിടെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഡിസ്കൗണ്ടാണ് കൊടുക്കേണ്ടത്. ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ഡിസ്കൗണ്ടാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഡിസ്കൗണ്ട് എന്നുള്ള ഡിസ്കൗണ്ട് അല്ല കൊടുക്കേണ്ടത്, ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ഡിസ്കൗണ്ടാണ് കൊടുക്കേണ്ടത്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു, ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് 10% വേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ -10 എന്നുള്ളത് അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഇവിടെ 8000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 8000 രൂപ പറയുന്നത് ഇപ്പോൾ ഏത് എമൗണ്ടിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത്? 80,000-ൻ്റെ മുകളിലാണ് ഇപ്പോൾ 8000 രൂപ വന്നിരിക്കുന്നത്. 80,000-ൻ്റെ 10% ഇവിടെ 8000 രൂപ എന്നുള്ളത് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരേണ്ടതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത്. അതായത് മുകളിലത്തെ എമൗണ്ടിൻ്റെ മുകളിൽ മാത്രമാണ്, ടാക്സ് ഇപ്പോൾ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ടാക്സും കൂട്ടിയിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് ഡിസ്കൗണ്ട് വരണമെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് വന്ന് F12 അടിക്കുക. F12 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, കാൽക്കുലേറ്റ് ടാക്സ് ഓൺ കറൻറ്റ് സബ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും. ഈ ഓപ്ഷൻ യെസ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞു. ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് മാറ്റം വരുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് പറയുന്നത് 8400 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 8400 രൂപ എങ്ങനെയാണ് കിട്ടിയത്? ഇതിന് നമ്മൾ ഈ എമൗണ്ടിൻ്റെ മുകളിൽ എന്താണ് ടാക്സും കൂടി കൂട്ടി അതിൻ്റെ മുകളിലാണ് 10% കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് ആയിട്ട് 8400 രൂപയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ് വന്നിരിക്കുന്നത്? 75,600 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ശരിയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ കാൽക്കുലേറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് Ctrl+N അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ ഇവിടെ എന്താണ് നോക്കേണ്ടത്? നമുക്കിവിടെ 80,000-ൻ്റെ അതേപോലെ തന്നെ 84,000 വന്നിരിക്കുന്നത്. അപ്പോൾ 84,000-ൻ്റെ 10% എന്ന് പറയുന്നത് എന്താണ്? 8,400 രൂപയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 84,000-ൽ നിന്ന് നമ്മൾ 8,400 രൂപ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 84,000, ഇപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ടാക്സ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ 84,000-ൽ നിന്ന് നമുക്ക് 8,400 രൂപ കുറച്ചിട്ട് നോക്കാം, ആ എമൗണ്ട് ആണോ ഇവിടെ കിട്ടണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ 84,000 മൈനസ് ഏത് എമൗണ്ടാണ് കുറയ്ക്കണത്? 8,400. നമുക്ക് ഇവിടെ നോക്കാം. 8,400 എൻ്റർ അടിച്ചു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 75,600 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 75,600 വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് ടാക്സും കൂട്ടിയിട്ടുള്ള എമൗണ്ടിന് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അല്ല ടാക്സും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ടിൻ്റെ സബ് ടോട്ടലിൻ്റെ മുകളിലാണ് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ F12 പ്രസ് ചെയ്തിട്ട് ആ ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സും കൂടിയിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ ഡിസ്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ കാൽക്കുലേറ്റർ കിടക്കുന്നുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+N ഒന്നും കൂടി പ്രസ് ചെയ്താൽ മതി. ഇത് നമ്മുടെ ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്കൗണ്ടിൻ്റെ എൻട്രീസ് ടാലി പ്രൈമിൽ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.